So welcome back to the channel. So നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് K2 S6 CSAയുടെ ഇമ്പോർട്ടൻറ്റ് കോർ പേപ്പറായ കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്കാണ്. സോ CCW എന്ന് പറയും. ഇതൊരു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് ചോദിക്കുന്നത്. നമ്മൾ ഈ ഒരു S6 വരെ പഠിച്ചിട്ടുള്ള കോഴ്സസ് സബ്ജക്ട്സിൽ നിന്ന് 5 സബ്ജക്ട്സിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ടോട്ടൽ 50 മാർക്സിനാണ്. 1 hour ആണ് ഡ്യൂറേഷൻ വരുന്ന ടൈം. സോ നമുക്കിങ്ങനെ MCQ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് നമ്മൾ ഈ 5 സബ്ജക്ട്സും ടോപ്പിക്സും കോൺസെപ്റ്റ്സും ക്ലിയർ ആയിട്ടിരിക്കുക. അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ നമ്മൾ മെയിനായിട്ട് ചോദിക്കാവുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഡേറ്റ സ്ട്രക്ചർ, അതുപോലെ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ, ഫ്ലാറ്റ്. സോ ഒരു ടോട്ടൽ ഓഫ് 5 സബ്ജക്റ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഈ 5 സബ്ജക്റ്റിലെയും കോൺസെപ്റ്റ്സും പ്രോബ്ലംസും തിയറീസൊക്കെ നോക്കി വയ്ക്കുക. അതിൽ നിന്നായിരിക്കും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഓക്കെ, പിന്നെ നെഗറ്റീവ് മാർക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുന്നതാണ്. അതുമാത്രമല്ല പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. സോ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ അപ്പം തന്നെ മാർക്ക് ചെയ്ത് പോവാം. ഇങ്ങനെ ഒരുപാട് നേരം എടുത്ത് നിങ്ങൾക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം ലാസ്റ്റ് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളതൊക്കെ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്കിൻ്റെ OS ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. S4 നിങ്ങൾ പഠിച്ച സബ്ജക്റ്റാണ് OS. സോ നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് ഇതിൻ്റെ ഇത് പറഞ്ഞു തരേണ്ട എന്താണ് ഇതിൻ്റെ ടോപ്പിക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഠിച്ച കാര്യമുണ്ട്. സോ ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയത് സിസ്റ്റംസ് വിച്ച് ഓൺലി വൺ പ്രോസസ് എക്സിക്യൂഷൻ അറ്റ് എ ടൈം ഒരു പ്രോസസ്സ് മാത്രം എക്സിക്യൂട്ട് ചെയ്യുന്ന സിസ്റ്റത്തെ എന്ത് പറയും? സോ ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. യൂണി പ്രോഗ്രാമിംഗ് സിസ്റ്റം, യൂണി പ്രോസസ്സിംഗ് സിസ്റ്റം, യൂണി ടാസ്കിംഗ് സിസ്റ്റം, നൺ ഓഫ് ദ മെൻഷൻഡ്. ഏതായിരിക്കും? വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അറ്റ് എ ടൈം ഒരു പ്രോസസ്സ് മാത്രം അലോ ചെയ്യുന്ന സിസ്റ്റത്തെ എന്ത് പറയും? യൂണി പ്രോസസ്സിംഗ് സിസ്റ്റം. ആൻസർ ഓപ്ഷൻ ബി ആണ്, യൂണി പ്രോസസ്സിംഗ് സിസ്റ്റം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നിങ്ങൾക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് അറിയത്തില്ല, എന്താണെന്ന് അറിയത്തില്ല, ഒരു ന്യൂ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ജസ്റ്റ് ഓപ്ഷൻസ് വായിക്കുക. ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് വഴി മോസ്റ്റ് ഓഫ് ദ ഓപ്ഷൻസ് ഒക്കെ ക്ലിയർ ഔട്ട് ചെയ്ത് ഫൈനൽ ആൻസർ നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈച്ച് പ്രോസസ് ഹാസ് ഇറ്റ്സ് ഓൺ ഡാഷ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഈച്ച് പ്രോസസ്സിനും അതിന് എന്തുണ്ട്? ഹാസ് ഇറ്റ്സ് ഓൺ ഡാഷ് എന്നാണ്. എന്തൊക്കെയുണ്ട് ആ ഒരു പ്രോസസ്സിന്? അഡ്രസ് സ്പേസ്. ഓപ്ഷൻസ് നോക്കി. അഡ്രസ് സ്പേസ് ഉണ്ട്, ഗ്ലോബൽ വേരിയബിൾസ്, ഓപ്പൺ ഫയൽസ്, പെൻഡിങ് അലാം, സിഗ്നൽസ് ആൻഡ് സിഗ്നൽ ലെൻസ്. ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന മിക്കപ്പോഴും ഉള്ള എല്ലാം എന്തുണ്ട്? OSലുള്ള ഓരോ പ്രോസസ്സിനും ഉള്ളതാണല്ലേ. സോ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ മെൻഷൻഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇൻ യൂണിക്സ് വിച്ച് സിസ്റ്റം കോൾ ക്രിയേറ്റ്സ് എ ന്യൂ പ്രോസസ്. ഏത് സിസ്റ്റം കോളാണ് പുതിയൊരു പ്രോസസ്സ് ക്രിയേറ്റ് ആവുന്നത്? ഏതാണ്? ഫോർക്കാണ്, നമുക്കറിയാം. സോ ഓപ്ഷൻ എ ഫോർക്കാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4. എ പ്രോസസ് ക്യാൻ ബി ടെർമിനേറ്റഡ് ഡ്യൂ ടു ഡാഷ്. ഒരു പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യുന്നതിന് ഡ്യൂ ടു കാരണം ബിക്കോസ് പ്രോസസ് ടെർമിനേഷൻ റീസൺ എന്താണെന്നാണ്. മെയിൻലി ടെർമിനേഷൻ കാരണം ഒന്നെങ്കിൽ നോർമൽ ടെർമിനേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എറർ വന്നിട്ട് പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു പ്രോസസ്സ് വന്ന് അതിനെ കില്ല് ചെയ്തിട്ടായിരിക്കും. ഈ 3 ഓപ്ഷൻസ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോർമൽ എക്സിറ്റ്, ഫേറ്റൽ എറർ, കില്ഡ് ബൈ അനദർ പ്രോസസ്. സോ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ മെൻഷൻഡ്. ഓക്കെ, നെക്സ്റ്റ് മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 5. വാട്ട് ഈസ് ദ റെഡി സ്റ്റേറ്റ് ഓഫ് എ പ്രോസസ്? ഒരു പ്രോസസ്സിൻ്റെ റെഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, റെഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സം എക്സിക്യൂഷന് ശേഷമുള്ള ആഫ്റ്റർ സം എക്സിക്യൂഷന് ശേഷം ആ പ്രോസസ്സ് ഒരു ഷെഡ്യൂൾഡ് ഫോർ റൺ ആഫ്റ്റർ സം എക്സിക്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത്? റെഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഒരു എക്സിക്യൂഷന് ശേഷം ഒരു പ്രോസസ്സ് റെഡിയായി നെക്സ്റ്റ് റൺ ചെയ്യാനായിട്ട് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ടൈം സ്റ്റേറ്റ് ആണ് റെഡി സ്റ്റേറ്റ്. സോ ആൻസർ ഓപ്ഷൻ എ ആണ്, വെൻ പ്രോസസ്സ് ഷെഡ്യൂൾഡ് ടു റൺ ആഫ്റ്റർ സം എക്സിക്യൂഷൻ. സം എക്സിക്യൂഷന് ശേഷം ഒരു പ്രോസസ്സ് റൺ ചെയ്യാനായിട്ട് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ് ആണ് റെഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കിയാൽ വാട്ട് ഈസ് ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ. വാക്കിൽ തന്നെയാണ് ഇന്റർ പ്രോസസ്. അതിൻ്റെ അർത്ഥം എന്താണ്? 2 പ്രോസസ്സിൽ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കില്ലേ ഇന്റർ. സോ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ 2 പ്രോസസ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ഇസ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ 2 പ്രോസസ്സസ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ. എ സെറ്റ് ഓഫ് പ്രോസസ്സസ് ഇസ് ഡെഡ് ലോക്ക് ഇഫ് ഡാഷ്. ഒരു സെറ്റ് ഓഫ് പ്രോസസ്സ് ഡെഡ് ലോക്ക് ആണെങ്കിൽ, ഇഫ് ഡെഡ് ലോക്ക് ആവണമെങ്കിൽ എന്തായിരിക്കും? ഈച്ച് പ്രോസസ് എന്തായിരിക്കും? ഈസ് ബ്ലോക്ക്ഡ് ആൻഡ് വിൽ റിമെയിൻ സോ ഫോർ എവർ.
each process is terminated, all processes are trying to kill each other. ഒന്നെങ്കിൽ എല്ലാ പ്രോസസ്സും ബ്ലോക്ക്ഡ് ആയിരിക്കണം and will remain so forever, അല്ലെങ്കിൽ എല്ലാ പ്രോസസ്സും എന്ത് ചെയ്യണം, ടെർമിനേറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ എല്ലാ പ്രോസസ്സും ട്രൈങ് ടു കിൽ ഈച്ച് അതർ ആയിരിക്കണം, അല്ലേ? സോ മെയിനായിട്ട് ഒരു ഡെഡ് ലോക്ക് സംഭവം, ഒരു സെറ്റ് ഓഫ് പ്രോസസ്സ് ഡെഡ് ലോക്ക് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, ഓരോ പ്രോസസ്സും ഈച്ച് പ്രോസസ്സ് എന്തായിരിക്കും, ബ്ലോക്ക്ഡ് ആയിരിക്കും ആൻഡ് വിൽ റിമെയിൻ സോ ഫാർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ അല്ലേ? ഇനി മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 8. A process stack does not contain dash. ഒരു പ്രോസസ് സ്റ്റാക്കിൽ എന്ത് കാണത്തില്ല, കണ്ടെയ്ൻ ഡാഷ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫംഗ്ഷൻ പാരാമീറ്റർ, ലോക്കൽ വേരിയബിൾസ്, റിട്ടേൺ അഡ്രസ്, PID ഓഫ് ചൈൽഡ് പ്രോസസ്. എന്താണ് കാണാത്ത? ഫംഗ്ഷൻ പാരാമീറ്റർ കാണില്ല ഒരു പ്രോസസ് സ്റ്റാക്കിൽ, ലോക്കൽ വേരിയബിൾസും കാണും, റിട്ടേൺ അഡ്രസ്സും കാണും. ഡസ് നോട്ട് കണ്ടെയ്ൻ ഇല്ലാത്തത് എന്താ? ഇതിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. PID ഓഫ് ചൈൽഡ് പ്രോസസ് ആണ് എന്ത് കാണാത്തത്, ഒരു പ്രോസസ് സ്റ്റാക്കിൽ കണ്ടെയ്ൻ ചെയ്യാത്ത കാര്യം. സോ ഓപ്ഷൻ എന്താണ്? ഡി. ഓക്കെ. നെക്സ്റ്റ്, which system call can be used by a parent process to determine the termination of child process? ഏത് സിസ്റ്റം കോൾ ആണ് ഈ പാരന്റ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നത് ടു ഡിറ്റർമിൻ ദ ടെർമിനേഷൻ ഓഫ് ചൈൽഡ് പ്രോസസ്? ചൈൽഡ് പ്രോസസ്സിൻ്റെ ടെർമിനേഷന് വേണ്ടി ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി പാരന്റ് പ്രോസസ്സ് യൂസ് ചെയ്യുന്ന സിസ്റ്റം കോൾ എന്താണ്? നമുക്കറിയാം, എന്താണ്? വെയിറ്റ്. ഓപ്ഷൻ എ വെയിറ്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. The address of the next instruction to be executed by the current process is provided by dash. Next instruction execute ചെയ്യാൻ വേണ്ടി, okay, the address of the next instruction to be executed by the current process is provided by dash. ആരായിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്? അറിയാലോ, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് ആരാണ്? മെയിനായിട്ട് PC ആണല്ലേ, നമ്മുടെ പ്രോഗ്രാം കൗണ്ടർ. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, പ്രോഗ്രാം കൗണ്ടർ. നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11. എ പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് PCB ഡസ് നോട്ട് കണ്ടെയ്ൻ വിച്ച് ഓഫ് ദ ഫോളോയിങ്? കുറച്ച് ഫോളോയിങ് ആയിട്ട് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതാണ് PCB കണ്ടെയ്ൻ ചെയ്യാത്തത്? ഫസ്റ്റ് വൺ, കോഡ്, സ്റ്റാക്ക്, ബൂട്ട് സ്ട്രാപ്പ് പ്രോഗ്രാം, ഡേറ്റ. ഏതാണ്? PCBയിൽ എന്തൊക്കെ ഉണ്ടാവും? കോഡ് കാണും, സ്റ്റാക്ക്, ഡേറ്റ എല്ലാം കാണും. എന്താണ് കാണാത്തത്? ബൂട്ട് സ്ട്രാപ്പ് പ്രോഗ്രാം PCBയിൽ കാണോ? ഇല്ല. സോ PCBയിൽ ഇല്ലാത്തത് ബൂട്ട് സ്ട്രാപ്പ് പ്രോഗ്രാം ആണ്. ഓക്കെ അല്ലേ? Move on to 12th question. The number of processes completed per unit time is known as. എത്ര പെർ യൂണിറ്റ് ടൈം നമ്പർ ഓഫ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് എന്ത് പറയും നമ്മൾ? അതൊരു ഇതാണ്, ഒരു ഫംഗ്ഷൻ ടേം ആണല്ലേ. അതിന് എന്ത് പറയും? ത്രോട്ട്പുട്ട് എന്ന് പറയും, അല്ലേ? ത്രൂപുട്ട് എന്ന് പറയും. ത്രൂപുട്ട് ആണ്. ഈ ത്രൂപുട്ട് ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് പ്രോസസ്സസ് കംപ്ലീറ്റഡ് പെർ യൂണിറ്റ് ടൈം. പെർ യൂണിറ്റ് ടൈം എത്ര പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു എന്ന് കാണിക്കുന്നത് എന്താണ്? ത്രൂപുട്ട് ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ത്രൂപുട്ട്. ഓക്കെ. Next question. Next question number 13. The state of a process is defined by. ഒരു പ്രോസസ്സിൻ്റെ സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻസ് ജസ്റ്റ് നോക്കിയേ. The final activity of the process, the activity just executed by the process, the activity to next to be executed by the process, the current activity of the process. എന്തായിരിക്കും ഒരു സ്റ്റേറ്റ് ഓഫ് പ്രോസസ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്? കറണ്ട് ആയിട്ടുള്ള ആ ഒരു പ്രോസസ്സിൻ്റെ ആക്ടിവിറ്റി അല്ലേ, ആ ഒരു പ്രോസസ്സിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ കറണ്ട് ആ പ്രോസസ്സ് എന്ത് ചെയ്യുന്നതെന്നാണ്. സോ ഓപ്ഷൻ നമ്പർ ഡി, ദ കറണ്ട് ആക്ടിവിറ്റി ഓഫ് ദ പ്രോസസ് ഈസ് ഡിഫൈൻഡ് ബൈ ദ സ്റ്റേറ്റ് ഓഫ് എ പ്രോസസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ സ്റ്റേറ്റ് ഓഫ് എ പ്രോസസ്? ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് സ്റ്റേറ്റ് ഓഫ് എ പ്രോസസ്സിന് നോട്ട് എ സ്റ്റേറ്റ് ഓഫ് പ്രോസസ്? ഫസ്റ്റ് വൺ, ന്യൂ, ഓൾഡ്, വെയിറ്റിംഗ്, റൺ. ഏതാണ്? ഓൾഡ് ആണല്ലേ. ഓൾഡ് എന്ന് പറയുന്നത് ഈസ് നോട്ട് എ സ്റ്റേറ്റ് ഓഫ് എ പ്രോസസ് ആണോ? അല്ല. So option is old. Okay. Next question number 15. What is a process control block? നമ്മൾ PCB നേരത്തെ പറഞ്ഞു അല്ലേ. എന്താണ് ഒരു PCB? PCB എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻലി ഒരു ഡേറ്റ സ്ട്രക്ചർ ആണല്ലോ. നമ്മൾ അതിൽ എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നു, എന്തൊക്കെ ഇല്ല എന്ന് പറഞ്ഞു അല്ലേ. PCBയിൽ ഇല്ലാത്ത എന്താണ്? ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാം ഇല്ല. ഓക്കെ. സോ PCB എന്ന് പറഞ്ഞൊരു ഡേറ്റ സ്ട്രക്ചർ ആണ്. സോ ഇറ്റ് ഈസ് എ ഡേറ്റ സ്ട്രക്ചർ. ഓക്കെ. Next, the entry of all PCB of a current process is in dash. The entry of all PCBs of a current process is in dash. Current പ്രോസസ്സിലുള്ള PCBയുടെ എൻട്രി ഈസ് ഇൻ എവിടെയായിരിക്കും മെയിനായിട്ട്? പ്രോസസ് ടേബിൾ ആയിരിക്കുമല്ലേ. ഓരോ PCB, അതായത് ഓൾ PCBs കറണ്ട് പ്രോസസ്സിൻ്റെ എല്ലാ PCBയുടെ എൻട്രി എവിടെയായിരിക്കും മെയിനായിട്ട്? പ്രോസസ് ടേബിൾ ആയിരിക്കും. ഇവിടെ ഓപ്ഷനിൽ പ്രോസസ് രജിസ്റ്റർ, പ്രോഗ്രാം കൗണ്ട്, പ്രോസസ് ടേബിൾ, പ്രോസസ് യൂണിറ്റ് ഉണ്ട്. എവിടെയാണ് മെയിനായിട്ടുള്ളത്? പ്രോസസ് ടേബിൾ ആണ്. സോ ഓപ്ഷൻ നമ്പർ സി, പ്രോസസ് ടേബിൾ. The entry of all PCBs of the current process is in process table. Okay.
Next, 17th question. What is the degree of multi-programming? What is the degree of multi-programming degree എന്താണ്? The number of processes executed per unit time, the number of processes in the ready queue, the number of processes in the input-output queue, the number of processes in memory. Multi-programming degree എവിടെയാണ്? എവിടെയാണെന്നല്ല, what is the degree of multi-programming? എന്താണ്? The number of processes in the memory. മെമ്മറിയിലുള്ള number of processes ആണ് degree of multi-programming. So answer എങ്ങനെയാണ്? The number option D. The number of processes in memory is the degree of multi-programming. Okay അല്ലേ? Next, moving on to 18th question. A single thread of control allows the process to perform dash. ഒരു single thread of control മെയിൻ ആയിട്ട് ആ പ്രോസസ്സിനെ എന്താണ് അലോ ചെയ്യുക, എന്ത് പെർഫോം ചെയ്യാനാണ് അലോ ചെയ്യുന്നത്? ഒരു സിംഗിൾ ത്രെഡ് ഓഫ് കൺട്രോൾ. എന്താ ഓപ്ഷൻ നോക്കിക്കേ? ഓൺലി വൺ ടാസ്ക് അറ്റ് എ ടൈം, മൾട്ടിപ്പിൾ ടാസ്ക് അറ്റ് എ ടൈം, ഓൺലി ടു ടാസ്ക് അറ്റ് എ ടൈം, ഓൾ ഓഫ് ദ മെൻഷൻ. നമ്മൾ പറഞ്ഞു സിംഗിൾ ത്രെഡ് ഓഫ് കൺട്രോൾ ആണല്ലേ അലോ. ആ ഒരു പ്രോസസ്സിനെ സിംഗിൾ ത്രെഡ് ഓഫ് കൺട്രോൾ അലോ ചെയ്യുന്ന എന്ത് പെർഫോം ചെയ്യാനായിരിക്കും? വൺ ടാസ്ക് അസ് എ ടൈം ആയിരിക്കും അല്ലേ? അപ്പം ആൻസർ ഓപ്ഷൻ നമ്പർ എ ആണ്. ഓൺലി വൺ ടാസ്ക് അറ്റ് എ ടൈം. സിംഗിൾ ത്രെഡ് അല്ലേ, സോ ഓൺലി വൺ ടാസ്ക് അറ്റ് എ ടൈം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. വാട്ട് ഈസ് ഒബ്ജക്റ്റീവ് ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ്? മൾട്ടി പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? മൾട്ടി പ്രോഗ്രാമിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്? മെയിനായിട്ട് എന്താണ്? സി പി യുടെ യൂട്ടിലൈസേഷൻ എന്ത് ചെയ്യാനാണ്? ഇൻക്രീസ് ചെയ്യാനാണ് അല്ലേ? സോ ഓപ്ഷൻ നമ്പർ സി ആണ്, ടു ഇൻക്രീസ് ദ സി പി യു യൂട്ടിലൈസേഷൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡു നോട്ട് ബിലോങ് ടു ക്യൂ ഫോർ പ്രോസസ്സസ്? ഇതിലേതാണ് ക്യൂവിൽ ബിലോങ് ചെയ്യാത്തത്? പ്രോസസ്സിന് വേണ്ടി ക്യൂസിൽ ബിലോങ് ചെയ്യാത്ത ഏതാണ്? ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് നോക്കിയേ. ജോബ് ക്യൂ ഉണ്ട്, പി സി ബി ക്യൂ ഉണ്ട്, ഡിവൈസ് ക്യൂ ഉണ്ട്, റെഡി ക്യൂ ഉണ്ട്. നമ്മൾ ജോബ് ക്യൂ പ്രോസസ്സിൽ കണ്ടിട്ടുണ്ടല്ലേ? അതുപോലെ ഡിവൈസ് ക്യൂവും കണ്ടിട്ടുണ്ട്, റെഡി ക്യൂവും. പി സി ബി ക്യൂ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. സോ ദ ആൻസർ എന്താണ്? ഡു നോട്ട് ബിലോങ് ചെയ്യുന്നത് പി സി ബി ക്യൂ ആണ്, പ്രോസസ് ക്യൂസിൽ ബിലോങ് ചെയ്യാത്തത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, പി സി ബി ക്യൂ. മൂവിങ് ഓൺ ടു 21st question. When the process issues an input or output request dash. ഒരു പ്രോസസ്സ് ഒരു ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് റിക്വസ്റ്റ് ഇഷ്യൂ ചെയ്താൽ എന്താണ്? അത് എവിടെയായിരിക്കും പ്ലേസ് ചെയ്യുന്നത്? മെയിനായിട്ട് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ക്യൂവിലായിരിക്കും അല്ലേ? ആ ഒരു റിക്വസ്റ്റ് എവിടെയായിരിക്കും പ്ലേസ് ചെയ്യുന്നത്? ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ക്യൂ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ക്യൂ. സിമ്പിൾ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് വിൽ ഹാപ്പൻ വെൻ എ പ്രോസസ് ടെർമിനേറ്റ്സ്? ഒരു പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യുന്ന ടൈമിൽ എന്താണ് സംഭവിക്കുന്നത്? മെയിനായിട്ട് എന്താ സംഭവിക്കുന്നത്? ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ. ഇറ്റ് ഈസ് റിമൂവ്ഡ് ഫ്രം ഓൾ ക്യൂസ്. ആ എല്ലാ ക്യൂസിൽ നിന്ന് റിമൂവ് ആവും. ഇറ്റ് ഈസ് റിമൂവ്ഡ് ഫ്രം ഓൾ ബട്ട് ദ ജോബ് ക്യൂ. ഇറ്റ്സ് പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് ഇസ് ഡി അലോക്കേറ്റഡ്. ഇറ്റ്സ് പ്രോസസ് കൺട്രോൾ ഇസ് നെവർ ഡി അലോക്കേറ്റഡ്. മെയിനായിട്ട് എന്താ സംഭവിക്കുന്നത്? എല്ലാ ക്യൂവിൽ നിന്ന് ആദ്യം ഒരു ടെർമിനേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ആ പ്രോസസ്സ് പിന്നെ അവിടെ ക്യൂവിലേ കാണത്തില്ല അല്ലേ? സോ ഓപ്ഷൻ എ ആണ് ആൻസർ. ഇറ്റ് ഈസ് റിമൂവ്ഡ് ഫ്രം ഓൾ ക്യൂ. ഓക്കെ. നെക്സ്റ്റ് 23rd question. വാട്ട് ഈസ് എ ലോങ് ടേം ഷെഡ്യൂളർ? ലോങ് ടേം ഷെഡ്യൂളർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ലോങ് ടേം ഷെഡ്യൂളർ? എന്താണ്? ഓപ്ഷൻസ് നോക്കിക്കേ. ഇറ്റ് സെലക്ട്സ് ദ പ്രോസസ്സസ് വിച്ച് ഹാവ് ടു ബി ബ്രോട്ട് ഇൻ ടു ദ റെഡി ക്യൂ. റെഡി ക്യൂവിലോട്ട് ബ്രോട്ട് ചെയ്യാനുള്ള പ്രോസസ്സ് സെലക്ട് ചെയ്യുക. ഇറ്റ് സെലക്ട്സ് ദ പ്രോസസ് വിച്ച് ഹാവ് ടു ബി എക്സിക്യൂട്ടഡ് നെക്സ്റ്റ് ആൻഡ് അലോക്കേറ്റ് സി പി യു. നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാനും സി പി അലോക്കേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് സെലക്ട് ചെയ്യുക. ഇറ്റ് സെലക്ട് ദ പ്രോസസ് വിച്ച് ഹാവ് ടു റിമൂവ് ഫ്രം മെമ്മറി ബൈ സ്വാപ്പിംഗ്. സ്വാപ്പിംഗ് വഴി മെമ്മറിയിൽ ഇത് റിമൂവ് ചെയ്യാനുള്ള പ്രോസസ്സ് സെലക്ട് ചെയ്യുക. നൺ ഓഫ് ദ മെൻഷൻ. ഏതാണ് മെയിനായിട്ട്? ലോങ് ടേം ഷെഡ്യൂളർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് സെലക്ട്സ് ദ പ്രോസസ് വിച്ച് ഹാവ് ടു ബി ബ്രോട്ട് ഇൻ ടു ദ റെഡി ക്യൂ. റെഡി ക്യൂവിൽ കൊണ്ടുവരേണ്ട പ്രോസസ്സ് ആണ് അല്ലേ? അപ്പോൾ ലോങ് ടേം ഷെഡ്യൂളർ it selects the process which have to be brought into the ready queue for execution. Okay. Option A ആണ് answer. Next 24th question നോക്കിക്കേ. If all process input or output bound, the ready queue will almost always be dash and the short term scheduler will have a dash to do. If എല്ലാ പ്രോസസ്സും ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ബോണ്ടിൽ എല്ലാ പ്രോസസ്സും the ready queue will always be dash and the short term scheduler will have a dash to do. രണ്ട് ഇവിടെ ഫില്ല് ചെയ്യാറുണ്ടല്ലേ? രണ്ട് ഇംഗ്ലീഷ് ഗ്രാമർ ഒക്കെ ഫില്ല് ചെയ്യുന്ന പോലെ. ഓക്കെ. സോ ജസ്റ്റ് ഓപ്ഷൻസ് വായിച്ച് നോക്കിയേ. ഫുൾ കോമ ലിറ്റിൽ, ഫുൾ കോമ ലോട്ട്, എം ടി കോമ ലിറ്റിൽ, എം ടി കോമ ലോട്ട്. സോ മെയിൻ ആയിട്ട് നോക്കിയൊന്ന് ജസ്റ്റ് ഇഫ് ഓൾ പ്രോസസ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ബോണ്ട്, the ready queue will almost always be empty and the short term scheduler will have a little
to do അല്ലേ? എപ്പോഴും റെഡി ക്യൂ will almost always be എന്തായിരിക്കും empty ആയിരിക്കത്തില്ലേ? and the short term scheduler എപ്പോഴും എന്തായാലും will have a little to do. okay, so answer is option C, empty, little. okay അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, വാട്ട് ഈസ് എ മീഡിയം ടേം ഷെഡ്യൂൾ? നമ്മൾ ലോങ് ടേം ഷെഡ്യൂൾ നോക്കി, ഇപ്പോൾ എന്താ ഷോർട്ട് ടേം ഷെഡ്യൂൾ നോക്കി, ഇനി മീഡിയം ടേം ഷെഡ്യൂൾ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിനായിട്ട് നമ്മൾ ലോങ് ടേം പറഞ്ഞു റെഡി ക്യൂയിലോട്ട് ബ്രോട്ട് ചെയ്യുന്ന പ്രോസസ്സ് സെലക്ട് ചെയ്യുന്നതാണ് ലോങ് ടേം ഷെഡ്യൂളറിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ മീഡിയം ടേം ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് സെലക്ട്സ് വിച്ച് പ്രോസസ് ടു റിമൂവ് ഫ്രം മെമ്മറി ബൈ സ്വാപ്പിംഗ് വഴി ഏത് ഇതാണ് മെമ്മറിയിൽ നിന്ന് റിമൂവ് വേണ്ടത് അതാണ് സെലക്ട് ചെയ്യുക അല്ലേ? സോ ഓപ്ഷൻ സി ആണ്, ഇറ്റ് സെലക്ട്സ് വിച്ച് പ്രോസസ് ടു റിമൂവ് ഫ്രം മെമ്മറി ബൈ സ്വാപ്പിംഗ്. ഇറ്റ് ഈസ് കോൾഡ് മീഡിയം ടേം ഷെഡ്യൂളർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, വാട്ട് ഈസ് എ ഷോർട്ട് ടേം ഷെഡ്യൂളർ? നമ്മളിപ്പോൾ മീഡിയം നോക്കി, ഇനി എന്താണ് ഷോർട്ട് ടേം? നമ്മളറിയാം ഷോർട്ട് ടേം എന്ന് പറയുന്നത് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സ് ആൻഡ് അലോക്കേറ്റ്സ് CPU-നെയാണ് അല്ലേ? സോ മൂന്നെണ്ണം എന്താ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ വെച്ച് ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ വാട്ട് ഈസ് എ ഷോർട്ട് ടേം ഷെഡ്യൂളർ 3 ഓപ്ഷൻസ് നോക്കി. ഇറ്റ് സെലക്ട്സ് വിച്ച് പ്രോസസ് ഹാസ് ടു ബി ബോട്ട് ഇൻ ടു റെഡി ക്യൂ. അതിന് എന്തെന്ന് പറയും? നമ്മൾ ലോങ് ടേം ഷെഡ്യൂൾ എന്ന് പറഞ്ഞു. ഇറ്റ് സെലക്ട്സ് വിച്ച് പ്രോസസ് ഹാസ് ടു ബി എക്സിക്യൂട്ടഡ് നെക്സ്റ്റ് ആൻഡ് അലോക്കേറ്റ് CPU. അതാണ് എന്ത്? ഷോർട്ട് ടേം ഷെഡ്യൂളർ. ഇറ്റ് സെലക്ട്സ് വിച്ച് പ്രോസസ് ടു റിമൂവ് ദ ഫ്രം മെമ്മറി ബൈ സ്വാപ്പിംഗ്. ഇപ്പം നമ്മൾ നോക്കിയല്ലേ സ്വാപ്പിംഗ് വഴി റിമൂവ് ചെയ്യുന്നത്, അതാരാണ്? ഇറ്റ്സ് മീഡിയം ടേം ഷെഡ്യൂളർ അല്ലേ? ഓക്കെ, സോ അപ്പോൾ 3 ഷെഡ്യൂളേഴ്സ് പഠിച്ചില്ലേ? ഇപ്പം അതിൻ്റെ ഡെഫിനിഷനാണ് പഠിച്ചു വയ്ക്കുക. സോ ഷോർട്ട് ടേം ഷെഡ്യൂളർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് ഹാസ് ടു ബി എക്സിക്യൂട്ടഡ് നെക്സ്റ്റ് ആൻഡ് അലോക്കേറ്റ്സ് CPU. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് 27th ദിവസം നോക്കി, ദ പ്രൈമറി ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ഷോർട്ട് ടേം ഷെഡ്യൂളർ ആൻഡ് ലോങ് ടേം ഷെഡ്യൂളർ ഈസ് ഡാഷ്. മെയിനായിട്ട് ഇവർ തമ്മിലുള്ള പ്രൈമറി ഡിസ്റ്റിങ്ഷൻ എന്തായിരിക്കും? ഫ്രീക്വൻസി ഓഫ് ദെയർ എക്സിക്യൂഷൻ ആയിരിക്കും. ഷോർട്ട് ടേമിലും ലോങ് ടേമിലും മെയിനായിട്ട് വരുന്ന ഫ്രീക്വൻസി ഓഫ് ദെയർ എക്സിക്യൂഷൻ. Next, the only state transition that is initiated by the user process itself is dash. The only state transition that is initiated by the user process itself. Option നോക്കിക്കേ, block, wake up, dispatch, none of the mention. Answer വന്നിട്ട് block ആണ്. Block is the only state transition that is initiated by the user process itself. User process തന്നെ ഒരു state transition initiate ചെയ്യുന്നത് block ആണ്. Okay. Next 29th ദിവസം നോക്കിക്കേ, in a time sharing operating system, when the time slot given to a process is completed, the process goes from the running state to the dash. മെയിൻ ആയിട്ട് ഒരു ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ടൈം സ്ലോട്ട് എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആയെങ്കിൽ പ്രോസസ്സ് എങ്ങോട്ടാണ് പോകുന്നത്? റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് എങ്ങോട്ട് പോകും? വിൽ ബി ഗോൺ ടു റെഡി സ്റ്റേറ്റിലോട്ടായിരിക്കും പോകുന്നത് അല്ലേ? സോ ഓപ്ഷൻ ഈസ് ബി, റെഡി സ്റ്റേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ മൾട്ടി പ്രോഗ്രാമിംഗ് എൻവയോൺമെൻറ്റ് ഡാഷ്. ഒരു മൾട്ടി പ്രോഗ്രാമിംഗ് എൻവയോൺമെൻറ്റ് എന്തായിരിക്കും? ദ പ്രോസസർ എക്സിക്യൂട്ട്സ് മോർ ദാൻ വൺ പ്രോസസ് അറ്റ് എ ടൈം. ദ പ്രോഗ്രാംസ് ആർ ഡെവലപ്ഡ് ബൈ മോർ ദാൻ. മെയിനായിട്ട് നമ്മൾ പറഞ്ഞു മൾട്ടി പ്രോഗ്രാം എൻവയോൺമെൻറ്റ് മെയിനായിട്ട് എന്താണ്? മെമ്മറിയിൽ റിസൈഡ് ചെയ്യും. മോർ ദാൻ വൺ പ്രോസസ് റിസൈഡ്സ് ഇൻ ദ മെമ്മറി. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ അല്ലേ?